വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2025 ജനുവരി 2 മുതൽ ഫെബ്രുവരി 28 വരെ സംഘടിപ്പിക്കും. ഭാഗികമായോ പൂർണ്ണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം. ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക. ലോക വനിതാ ദിനത്തിൽ ദേശീയ അധ്യാപക പരീക്ഷത്ത് ആലത്തൂർ സബ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശാവർക്കർമാരെ ആദരിച്ചു. ലോക വനിതാ ദിനത്തിൽ ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആലത്തൂർ വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ആശാവർക്കർമാരെയാണ് ആദരിച്ചത്. പുതുക്കോട് പഞ്ചായത്ത് മണപ്പാടം നായർ തറയിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ഫാറ്റോ മുൻ സംസ്ഥാന പ്രസിഡന്റ് എം ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. NTU വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സംഗീത് രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. NTU ആലത്തൂർ ഉപജില്ലാ വനിതാ കൺവീനർ രമാദേവി ആശാവർക്കർമാരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത 25 ആശാവർക്കർമാർക്കും വിവിധ പ്രസാധകരുടെ സാഹിത്യകൃതികളും നൽകി. NTU സബ് ജില്ലാ വനിതാ വിഭാഗം സംഘടിപ്പിച്ച ആശാവർക്കർമാരെ ആദരിക്കുന്ന ചടങ്ങിന് വനിതാ കൺവീനർ രമാദേവി നേതൃത്വം നൽകി. വനിതാ ദിനത്തിൽ ആശാവർക്കർമാരെ ആദരിക്കുക എന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ആലത്തൂർ സബ് ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ആലത്തൂർ സബ് ജില്ലയിലെ വിവിധ ഭാഗത്തുള്ള ആശാവർക്കർമാരെ ആദരിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു സമയബന്ധിതമായിട്ടുള്ള ഒരു ജോലിയല്ല ഇത്. കൊറോണ സമയത്ത് നമുക്കറിയാം ക്ഷീണം പരിശ്രമിച്ചു. ആരോഗ്യ സംവിധാനത്തെ വളരെയധികം നിലനിർത്തുന്നതിന് വേണ്ടി അക്ഷീണമായിട്ടുള്ള പരിശ്രമം ഉണ്ടായി. പലർക്കും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഉണ്ടായി. പക്ഷേ ഇതിനെയൊന്നും കൃത്യമായി നോക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ്, മുന്നേറുന്ന ഒരു സമീപനമാണ് ആശാവർക്കർമാർക്കുണ്ടായത്. അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് സമരത്ത് നടത്തുന്ന ആശാവർക്കർമാരുണ്ട്. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ ജീവിതത്തിൽ മാന്യമായിട്ടുള്ള ഒരു തൊഴിലാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു വേതനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സമര പോരാട്ടത്തിൽ എന്നും ദേശീയ അധ്യാപക പരിഷത്ത് ഒപ്പമുണ്ട്. ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. CCV ന്യൂസ്, പഴയന്നൂർ.